ഹലോ ഗായ്സ്, നമുക്കിന്ന് വറുത്തരച്ച കോഴിക്കറി വെക്കാം. ഈ വറുത്തരയ്ക്കുന്നതിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അമ്മ പറയാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ മതി. പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇവർ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ അടുത്ത പണി ചെയ്യാം. തേങ്ങയൊക്കെ ഇങ്ങനെ മൂപ്പിക്കുമ്പം തീ കുറച്ചിടണം, കാരണം കുറേ ഇട്ട് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് വേണ്ട എന്താ, ഒരു മിഡ് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് വറക്കാനുള്ളതല്ലേ, മീൻസ് അടിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരുപാട് അങ്ങിട്ട് കരിക്കണ്ട, തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് ജാറിനകത്തിട്ട് അടിച്ചു വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, സവോളയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കഴിയുമ്പം ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റേ പേസ്റ്റ് ഇടുന്നതിനെക്കാട്ടിലും നമ്മൾ ജസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ, അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക മണം തന്നെയായിരിക്കും അതിന്. സോ അത് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേത് വലിയ പ്രശ്നമൊന്നുമില്ല, ബട്ട് ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എപ്പോഴും നമ്മൾ ടേസ്റ്റോടെ കഴിക്കാനാണല്ലോ ആഗ്രഹിക്കണേ. അപ്പം ഇതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് വരണം. ഒന്ന് വഴഞ്ഞ് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. നമ്മൾ മസാല ആയതിലേക്കും നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇനി മസാല എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് വെക്കാം. നമ്മുടെ അരപ്പെല്ലാം ആയിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ടച്ചായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കാം. നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.